ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നും സ്വാഗതമല്ലേ പറയണേ, ഇന്നപ്പോൾ ഒരു വെൽക്കം ആയിക്കോട്ടെ. രണ്ടൊന്നും തന്നെ കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൊമ്മുക്കുട്ടനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകട്ടോ. അപ്പോൾ റാബീസിൻ്റെ വാക്സിൻ എടുക്കണം, അതുപോലെ തന്നെ 2 വീക്സ് കഴിഞ്ഞിട്ട് പാർവോയുടെ വാക്സിനും കൂടി എടുക്കണം. അന്ന് നമ്മുടെ ചക്കിക്ക് പാർവ വന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ബൊമ്മുന വാക്സിൻ എടുത്ത കാരണമായിട്ടാണ് നമ്മുടെ ബൊമ്മുന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ നോക്കിയേ, ബൊമ്മുന് നമ്മൾ ബെൽറ്റ് ഇടാണ് കേട്ടോ. നമ്മൾ ബൊമ്മുന് ബെൽറ്റ് ഇടാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കൂട്ടിലായാലും നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലായാലും ഫ്രീ ആയിട്ട് അഴിഞ്ഞ് നടക്കണതാട്ടാ ബൊമ്മു. അപ്പോൾ അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാ ഇപ്പോൾ എന്നെ ബെൽറ്റൊക്കെ ഇടുന്നത്, ഞാൻ എങ്ങോട്ട് പോകാനാ, മാമൻ്റെ അവിടേക്കൊന്നും ഇപ്പോൾ പോകണില്ലല്ലോ. മാമൻ്റെ അവിടേക്ക് പോകുമ്പോഴായിട്ടാണ് നമ്മൾ ബെൽറ്റ് ഇട്ട് കൊണ്ടുപോകാറുള്ളത്. ഇപ്പോൾ നോക്കിയേ, അഭിയേട്ടൻ കൂടിൻ്റെ ഡോറ് തുറന്നിട്ടാണ് അവൾക്ക് ബെൽറ്റ് ഇട്ട് തുറന്നത്. പക്ഷേ ഈ വെടിയുണ്ടില്ലേ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ പെട്ടെന്നൊരു പോക്കുണ്ട്, നമുക്ക് പിന്നെ പിടിക്കാൻ കിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ഫുള്ള് ചുവന്ന മണ്ണല്ല ഇട്ടുള്ളത്. കാലത്ത് തന്നെ കുളിപ്പിച്ച് കൂട്ടി കയറ്റിയ ബൊമ്മു ആ മണ്ണിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ചുവന്ന ബൊമ്മുമായിട്ട് നമ്മൾ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുകൊണ്ട് വരും. അതാട്ടാ നിങ്ങളിപ്പോൾ ഈ കാണുന്ന തത്രപ്പാട്. അല്ലാണ്ട് നമ്മളെ ബൊമ്മുനെ ഒന്നും ചെയ്യില്ല കേട്ടാ. ബെൽറ്റ് ഇടാൻ കാണിക്കുന്ന സാഹസമാണ്. ഒന്നാമത് അവൾക്ക് ഇഷ്ടമില്ല. അവളുടെ ബോഡിയിൽ പുതുതായി വന്ന എന്തോ ഒരു പ്രൊഡക്റ്റിന് പോലെയാണ്, പ്രൊഡക്റ്റ് അല്ലേ, എന്തോ ഒരു സാധനം പോലെ ഉണ്ട് അവൾക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തത് ബെൽറ്റ് ആയാലും ചങ്ങലയായാലും. പക്ഷെ നിവർത്തിയില്ല, നമ്മൾ മൃഗാശുപത്രിയിൽ പോകുമ്പോൾ അവളെ അഴിച്ച് എന്താ പറയുക, ബെൽറ്റൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ. അപ്പം ഞാനൊരു വിധത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ അടച്ചിട്ടാണ് ഇട്ട് കൊടുത്തുള്ളത്. ഞാൻ പിന്നെ അഭിയേട്ടനോട് പറഞ്ഞു, നിലത്ത് ഇറക്കണ്ട, ഇറക്കി കഴിഞ്ഞാൽ വെടിയുണ്ടേനെ നമുക്ക് കിട്ടില്ല. അതുപോലത്തെ ഒരു വെഗിലി പ്രാളം പിടിച്ചൊരു ബൊമ്മ കേട്ടോ. വീടിൻ്റെ അകത്ത് എത്തിയിട്ട് അഴിച്ചു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളെ ബൊമ്മു ഉണ്ണിയോളുള്ള ടൈമിൽ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറ്റില്ല കേട്ടോ. ഉണ്ണിയോള് പഠിക്കാൻ പോവാച്ചിട്ടുണ്ടെങ്കിൽ ബൊമ്മു നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടാവും. നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ ബൊമ്മുനെ കൂട്ടിലൊന്നും ഇടില്ല കേട്ടോ. ഒന്നാലെ ബാൽക്കണിയിൽ, അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിലൊക്കെ ആയിട്ട് നടക്കും. പിന്നെ അവൾ പെണ്ണല്ലേ, അവളെങ്ങാനും ഹീറ്റായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ മറ്റേ സ്ട്രേ ഡോഗ്സൊക്കെ നടക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല, എങ്ങാനും വന്ന് വല്ല പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ആവണ കേസല്ലല്ലോ. നമ്മളിപ്പോൾ ഒന്നും ഹീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ബൊമ്മുനെ. ഇല്ല, ഹീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഹീറ്റായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഇപ്പോൾ ഒന്നും ചെയ്യില്ല. ഫസ്റ്റ് ഹീറ്റിങ്ങിൽ തന്നെ നമുക്ക് ബ്രീഡ് ചെയ്യാനൊന്നും പാടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഒന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ വരെ ഞാൻ നോക്കേണ്ടി വരും. ഈ വെഗിലി ബൊമ്മുണ്ടാ അതിനെ നോക്കണം. ഇപ്പം അങ്ങനെ നോക്കില്ല, അവൾക്ക് വലിയ ഭാരം തലയിൽ വെച്ച് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അവളുടെ വീടിൻ്റെ അകത്ത് വന്നതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അവൾക്ക്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഉണ്ണികൾക്ക് ഇന്നലെയൊക്കെ മുടക്കല്ലായിരുന്നത്. എന്തായിരുന്നു, കർക്കിടക വാവിൻ്റെ ഒക്കെ മുടക്കുക കാരണം ബൊമ്മുന് വീടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അത് കാരണമാണ് നോക്കി അഭിയേട്ടനെ കളിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവാ കേട്ടോ. ഈ പറഞ്ഞ പോലെയാണ് ബൊമ്മു, കണ്ടില്ലേ, അയ്യോ അവിടെ കൊണ്ടുപോയി ഇടിച്ചു. അതിനെ ഒരു ബെല്ലും ഇല്ല, ഒരു ബ്രേക്കും ഇല്ല എന്ന് പറയില്ലേ, അതേപോലെ കേട്ടോ. നമ്മുടെ ബൊമ്മുൻ്റെ ചങ്ങലൊക്കെ ശരിക്കും പറഞ്ഞാൽ തുരുമ്പ് പിടിച്ചു, എടുക്കാറില്ലല്ലോ. പിന്നെ ഒരു നീല ബെൽറ്റും കൂടി ഉണ്ടായിരുന്നു, അതെവിടെയാണോ അപ്പോൾ അവൾക്ക് നമ്മൾ ഉപയോഗിക്കാത്ത കാരണം അവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ മാമൻ്റെ അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ബൊമ്മൂന് അങ്ങനെ വലിയ വിഷമമൊന്നുമില്ല കേട്ടോ. കേട്ടോ, കാറ് തുറന്ന വഴിക്ക് ബൊമ്മൂന് അറിയാം, മാമൻ്റെ അവിടേക്ക് എന്നോ പോണത് ഇനി അതെന്ന് വെച്ചിട്ടാട്ടോ വേഗം ചാടി കയറി ഇരുന്നിട്ടുള്ളത്. നോക്കിയേ, ഈ ചങ്ങലൊക്കെ അവള് പോണ വഴിക്ക് അത് കൂരിട്ടു. അവള് ചങ്ങലേമലൊന്നും കെടുക്കൊന്നുമില്ല, കണ്ടില്ലേ നിങ്ങൾ. അങ്ങനെ നമ്മൾ നമ്മുടെ സാരഥിനെ എടുത്തിട്ട് പോവാട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമൻ്റെ അവിടേക്കൊക്കെ പോകുമ്പോൾ ബൊമ്മൂനെ ഡിക്കിയിലാണ് ഇടാം. ഡിക്കിയിൽ നമുക്ക് വിൻഡോ തുറന്നിട്ടാൽ മതിയല്ലോ, അപ്പോൾ അവൾക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ അവൾ അത് മാത്രമല്ല, അവിടെ സേഫായിട്ട് അവൾക്ക് എടുക്കുകയും ചെയ്യും. ഇപ്പോൾ അവൾ സീറ്റ് വന്നപ്പോൾ പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോഴേ അവൾ വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബൊമ്മുന് നല്ല മാറ്റം വന്നിട്ടില്ലേ. നമ്മൾ ബൊമ്മു നീളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെ തന്നെ വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ മാക്സിമം വണ്ണം വെപ്പിക്കാൻ നോക്കണില്ല. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഫുൾ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഈ മഴ ടൈമിൽ കുറച്ച് ദിവസം കൂട്ടിലും ബാൽക്കണിയിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളായിട്ടാണ് അപ്പോൾ അവൾക്ക് കാണുന്നത്. അപ്പോൾ അവൾക്ക് കറക്റ്റ് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയാൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് ബ്രേക്ക് പിടിച്ച് നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവളൊരു കാര്യം ചെയ്തു, അത് നിങ്ങൾ പോണ വഴി നോക്കി നോക്കിട്ടാ. കുറച്ച് നേരം ഞാൻ അവളെ കളിപ്പിച്ചു, അതുപോലെ തന്നെ അവളവിടെ കെടുക്കാൻ നോക്കിയപ്പോഴും അവൾക്ക് കറക്റ്റ് തട കിട്ടണില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങാനും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്ത് വീഴുമെന്നുള്ള അവളൊരു പേടി, മഹാപേടിത്തൊണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പട്ടിനെ ഞാൻ കണ്ടിട്ടില്ല. എന്താ പറയുക, നടക്കണത് വരെ സൂക്ഷിച്ച് നടക്കുമെന്നൊക്കെ പറയില്ലേ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മുടെ വീട്ടിലാണ്, വീടിൻ്റെ കോമ്പൗണ്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലുമില്ല ബ്രേക്കില്ല, തല പോണത് മാത്രമേ ബൊമ്മൂനെ അറിയുള്ളൂ. അവൾ ഉടലിൽ പോണത് അറിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
എന്നിട്ട് ഇവളങ്ങോട്ട് ഓടുമ്പോഴില്ലേ എന്താ സംഭവിക്കുന്നറിയോ, ഈ പച്ചക്കറിയൊക്കെ മേലിൽ തട്ടിയിട്ട് പച്ചക്കറിയുടെ ഭാഗത്തേക്ക് പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വായുവിലൊക്കെ പറക്കണ കാണാം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൊമ്മുൻ്റെ തല പോണത് അറിയുള്ളൂ, ഉടല് പോണത് അറിയില്ല. അതുമാതിരി ഓട്ടേട്ട വീടിൻ്റെ അകത്തായാലും പുറത്തായാലും. അങ്ങനെ എങ്ങനെയൊക്കെ ബൊമ്മ ഒരു കാര്യം കണ്ടുപിടിച്ചു നോക്കിയേ. അതൊന്നാമത് ഫൈബറിൻ്റെ അബേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവൾ കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി നിലത്ത് വീഴാണാവോന്ന്. അതുപോലെയാണ് കേട്ടാ അവൾ കുറച്ച് നേരം അവിടെ പിടിച്ച് നിൽക്കണേണ്ട. പിന്നെ അവളൊരു സേഫ് സോൺ കണ്ടുപിടിച്ചു. അവൾ അതിൻ്റെ മേലെ കയറിയിരുന്നു, പിന്നെ കുറച്ച് നേരം കെടുന്നു. എന്തൊക്കെയാ കാണണ്ട ബൊമ്മുൻ്റെ കുറച്ച് പരിപാടികൾ നോക്കി അവൾ കയറുന്നു നോക്കിയാ. കുഞ്ഞിക്കാലൊക്കെ വെച്ചിട്ട്, കുഞ്ഞിക്കാലം തല്ല കേട്ടാ, ഇത്തിരി വലുത്തുള്ള കാലിട്. പക്ഷെ 1 വയസ്സും 3 മാസമായിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ബൊമ്മുന്. കുഞ്ഞിക്കുട്ടി തന്നെയാണ് ബൊമ്മു. അപ്പോൾ നോക്കിയേ അവളവിടെ സെറ്റാവാൻ വേണ്ടിയിട്ട് അവളവിടെ ഇരുന്നു കേട്ടോ. അതുമാത്രമല്ല നമ്മളിപ്പോൾ മൃഗാശുപത്രിയിലേക്ക് പോണത് മുന്നേ അന്ന് ഞാൻ ചോദിച്ചു പോയിട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഒരു വട്ടം നമ്മുടെ ചക്കീനെ ഇതുപോലെ നമ്മൾ ചോദിക്കാണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ടൈമിലാണ് പാർവോ വന്നിട്ട് 2-3 കേസ് മൃഗാശുപത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ചക്കി പോയോട് കൂടിയേ നമുക്ക് നമ്മുടെ ബൊമ്മുനും കൂടി അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. കാരണം നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ടാബിയാടിനോട് പറയുകയും ചെയ്തു, മൃഗാശുപത്രിയിൽ എത്തിയിട്ട് നിങ്ങൾ ഡോക്ടറിനോട് ഒന്നുകൂടി ചോദിച്ചിട്ട് ഇനി അഥവാ ബൊമ്മുനെ നടത്തി കൊണ്ടുവേണ്ട പറ്റുവെച്ചെടുത്താൽ മതിയെന്ന്. പക്ഷെ നമ്മുടെ ബൊമ്മു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണേ, പിന്നെ ലാബ്രഡോർ അല്ലേ, അവൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുമല്ലോ. ബൊമ്മു ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇയാളും പോകുന്നില്ല കേട്ടാ. വെറും പാവത്താൻ പറയില്ലേ, ഇങ്ങനത്തെ ഒരു പാവത്തിനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതാട്ടാ നമ്മുടെ ബൊമ്മു. അപ്പോൾ നമ്മുടെ ബൊമ്മു ഇരിക്കുന്നു നോക്കിയേ. പിന്നെ ഞാൻ ഇടയ്ക്ക് ബൊമ്മു എന്ന് പറയുന്നില്ലേ, നമ്മുടെ ബൊമ്മുവിൻ്റെ പേര് ബൊമ്മു എന്നല്ല, സിംബ. അവൾക്ക് അടിപൊളി പേരുണ്ട്. അതിപ്പോൾ നിങ്ങൾ അമ്മിനെ എന്ന് വിളിച്ച് കഴിക്കുക അവൾ തല എത്തിച്ച് നോക്കും. അത് എന്താ പറയുക, അതിന് സ്നേഹം കാണിക്കും. അവൾ അങ്ങനെ ഡേഞ്ചർ പട്ടിയൊന്നുമല്ല കേട്ടാ. ഇതിൻ്റെ ഇടയിൽ അവിടെ മൃഗാശുപത്രിയിൽ വേറൊരു കുഞ്ഞി പട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പോമറേനിയൻ്റെ മിനി പഞ്ചറോ എന്തോ അങ്ങോട്ട്. അത് ഇത്തിരി കോളുള്ളൂ. അത് ഞാൻ അങ്ങനെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണത് എന്ന് വെച്ചാൽ നമ്മളെ മിരട്ടില്ലേ, അതേപോലത്തെ കണ്ടില്ലേ നമ്മളെ മിരട്ടണ പോലത്തെ ശബ്ദം. പക്ഷെ നമ്മുടെ ബൊമ്മു ഒരു പേടിത്തൊണ്ടിന്ന് അറിയില്ലേ, അത് തന്നെയാണ് നമ്മുടെ ബൊമ്മു. പുറത്തേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ പുലി പുറത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എലിയായി പതുങ്ങി അങ്ങോട്ട് ഇരിക്കും. അതാണ് കേട്ടോ വിഷയം. അങ്ങനെ നമ്മൾ ഡോക്ടറിനൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക അതിൽ എഴുതിയിട്ടുണ്ട്. അവർ ഇഞ്ചക്ഷൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞേ. പക്ഷേ നമ്മുടെ ബൊമ്മു ചെയ്യുന്ന നോക്കിയേ, ബൊമ്മുന് പേടിയായിട്ടാ. അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ ബൊമ്മുനെ നടത്തി കൊണ്ടുപോകണം കേട്ടോ. ഇതൊന്നല്ല നമ്മുടെ ബൊമ്മു. നോക്കിയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ ഒക്കെ മണപ്പിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി വല്ല പാർവോ ഇനി എയറിൽ കൂടെ കയറുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഇവളങ്ങോട്ട് എടുത്തപ്പോഴില്ല ഇവളെ കഴുത്തിൽ ബെൽറ്റ് ഇങ്ങോട്ട് ഊരിപ്പോന്നു. എന്ത് ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾ വേറെ വല്ലവരും ശ്രദ്ധിച്ചാൽ കാറിൽ ചങ്ങല ഇട്ടിട്ടാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് ആ ചങ്ങല കാറിൽ തന്നെ ഊരിയിട്ടു. എന്നിട്ട് ലാസ്റ്റ് 2ാമതാണ് കേട്ടോ അബേട്ടൻ ചങ്ങല ഇട്ടിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ചങ്ങല ഇട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായി, അവൾ ഈ ഡാൻസ് കളിച്ചപ്പോൾ കഴുത്തിക്കില്ല ആ ചുവന്ന ബെൽറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടോ. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തുള്ളൂ. അതിന് മുന്നേ മൃഗാശുപത്രിയിലെ ആട്, പശു, കോഴി അങ്ങനെ കുറേ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സേഫായിട്ടാണ് നമ്മളെ ബൊമ്മുനെ കൊണ്ടുപോയതും അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ലാസ്റ്റ് ഡോക്ടർ വന്നു, ഇഞ്ചക്ഷൻ ചെയ്തു. ഒന്നും പറ്റിയില്ല. ഞാൻ വെച്ച് ബൊമ്മു ഓളിയെടുക്കുമെന്ന് വിചാരിച്ചു. എവിടെ ഇതിനുണ്ടാവും ഒരു ഓളി ശബ്ദമൊക്കെ, ഒന്നുമില്ല. അപ്പോൾ പോണ വഴിക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബൊമ്മുന് ഡ്രൂൾസ് കൊടുത്തു കേട്ടോ. എന്തായാലും ഇഞ്ചക്ഷൻ കിട്ടിയതല്ലേ, കുറച്ച് മിഠായി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയാൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു വിചാരിച്ചു ഞാൻ. അപ്പോൾ നോക്കിയേ നമ്മുടെ ബൊമ്മു കിടന്നു, സീറ്റിൽ കിടന്നിട്ടുണ്ട്. പിന്നെ അവൾ കയറി പോകുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ കിടന്നു.